വയനാട് അതുപോലെ നമ്മളെ പ്രധാനപ്പെട്ട വ്യവസായ ഇടനാഴികൾക്ക് സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് എന്താണ്? കാരണം വ്യവസായ ഇടനാഴികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി കേരള ഇടതുപക്ഷ സർക്കാരിൻ്റെ പ്രൈം പ്രൊജക്റ്റാണ്. ആ ഇടനാഴിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ഏറ്റവും രസകരമായൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിൻ്റെ പിന്തുടർച്ചയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിനെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു. അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല. അപ്പോൾ അടുത്ത ബജറ്റ് കാത്തു നിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ 100 ജില്ലകൾക്ക്, അതായത് കാർഷിക മേഖലയിൽ ഇന്നൊവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇക്കണോമിക് സർവേ, സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. അതായത് എല്ലാ മേഖലയിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടർ ഉൾപ്പെടെ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുന്നു. ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പലായനം ചെയ്യുന്നു. രൂപയുടെ വില ഇടിയുന്നു. സമസ്ത മേഖലയും വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് എക്കണോമിക് സർവേ പറയുന്നു. മാത്രമല്ല കോവിഡിന് മുമ്പുള്ള വേതനം പോലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്ന് എക്കണോമിക് സർവേ അടിവരയിട്ട് പറയുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഗ്രസിച്ചിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്നും ബജറ്റ് മിണ്ടുന്നില്ല, നിശബ്ദമാണ്. കേരളത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. അത് മാത്രമല്ല ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ച് പോലും, ഇന്ത്യൻ സമ്പദ്ഘടന എങ്ങനെയാണ് പുനർജീവിപ്പിക്കാൻ കഴിയുക, ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, അതുപോലെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് ഇക്കുറി നിശബ്ദമാണ് ഈ ബജറ്റ്. കേവലപരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബീഹാർ എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ളതും 2 ഡൽഹി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മേൽനോട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത്. കേവലം 2% വരുന്ന ആദായ നികുതി ദായകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു വലിയൊരു ഇംപ്രഷൻ, ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്.